നോക്കുന്നേ വേണം. ഇനി നമ്മൾ ഈ കൂടുന്നാണ് എടുക്കാൻ പോകുന്നത്. ഇനി ഇങ്ങോട്ട് പോയി ചെയ്തോ. ഇനി ഇങ്ങോട്ട് കാണിച്ചോ കേട്ടോ. ഈച്ചേനെ കുത്തുന്നൊക്കെ കാണിച്ചോ. കണ്ടാ, സൂം ചെയ്ത് കാണിച്ചോ. കണ്ടാ കണ്ടാ, നിറയെ ഈച്ചയാണ്. നല്ല നൂൽമുട്ടയാണ്. അടിപൊളി പുതിയ കോളനിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇതിൽ റാണി ഉണ്ടാവും. ഈ കോളനിയിൽ റാണി ഉണ്ടാവും. റാണീനെ ഫസ്റ്റ് നമുക്ക് തപ്പാം. റാണീനെ കാണാൻ നേരെ കൂടുതൽ വെച്ചാൽ മതി. ഒറ്റ നോട്ടത്തിൽ റാണീനെ നോക്കുകയാണ് നമ്മൾ. റാണീനെ കാണുന്നുണ്ടോ? അവർ ഓടിക്കൊണ്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്ക്. അങ്ങനെ കുത്തൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാണ്, മാക്സിമം കുത്തും. ഉണ്ടാ ഉണ്ടാ ഇതിൽ ഇങ്ങനെ ഇറക്കി വെച്ചെടുത്ത് ഞാൻ ഈച്ച മൊത്തം ഇറങ്ങും. ഈച്ച ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പണിയെടുക്കാം. അതിന് വേണ്ടി നമ്മൾ ഈച്ചനെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. മറ്റേ സാധനം പുകക്കുന്ന സാധനം ചെറിയ ചെറിയ പരിപാടിയില്ല, അതുകൊണ്ട് എടുത്തിക്കില്ല. പുകക്കുന്ന സാധനം കൂടെ എടുത്താൽ പരിപാടി സിമ്പിളായി. കണ്ട, നല്ല നൂൽമുട്ടയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് പുതിയ റാണിയാന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എവിടെ റാണീനെ കാണിച്ചു തരാം. 90% നമ്മൾ റാണീനെ കാണും. അതെങ്ങനെ അറിയാം റാണി അയക്കുന്നു? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ, നൂൽമുട്ട നൂൽമുട്ട ഉണ്ടെങ്കിൽ റാണി ആയിന്നാ? നൂൽമുട്ട ഉണ്ടെങ്കിൽ റാണി ഉണ്ട് നടത്തം. ബ്ലേഡ് ഉണ്ടേനല്ലോ, ബ്ലേഡ് കാണുന്നില്ല. തൽക്കാലം ഈ കട്ടിന്ന് എടുക്കാം. ഇനി ഇതാ നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പതുക്കെ എടുക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈച്ച കുത്തു. കണ്ട, ഇതാ പതുക്കെ എടുക്കുക. അപ്പോൾ കുറച്ച് സ്ഥലത്തിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ലേശം കൂടി നമുക്കിത് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ഇത്രയും ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയി. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഇങ്ങനെ എക്സ്ട്രാ അടയൊക്കെ മാറ്റാം. ഇതാ ഇത്രേ പണിയുള്ളൂ. കണ്ട, പരിപാടി കഴിഞ്ഞു. ഇനി പതുക്കെ ഇറക്കി കൊടുക്കുക. ഈ അട വെക്കലാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. വെച്ചു ഇതൊക്കെ സ്പീഡ് ചെയ്യാം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പതുക്കെ ചെയ്യുന്നതാണ്. ഇത് കുറച്ച് ഇങ്ങനെ ആയി കൊടുക്കുക. പതിലൊക്കെ ഇതിപ്പോൾ ഈച്ച വിരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. ഈച്ച ഓരോ മണിക്കൂറിലും ഓരോ സെറ്റ് ഈച്ച വിരിഞ്ഞോണ്ട് നിൽക്കും. വലിയ തേനീച്ചയിൽ. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി നോക്കി നമ്മൾ തലയിരിച്ച് വെക്കുകയാണ്. കണ്ട, അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കണ്ട, കൂട്ടിൽ എന്ത് ചെയ്ത് സാധനം നിന്നുണ്ടില്ലേ. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാക്സിമം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഇറക്കി കൊടുക്കാം. ഇടത് മൂലയിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കും. ഇത് കാണിച്ചു കൊടുക്കാം നമ്മൾ വെച്ചത്. ഇനി നമുക്ക് എത്ര എണ്ണം വെക്കാനുണ്ട്? കുർബാന കഴിഞ്ഞാ? ഒന്നും കൂടി ഉണ്ടോ?
ഓക്കെ മതി. അതിനൊന്നേ ഉള്ളൂ. ഇതൊന്നേ ഉള്ളൂ, ഇത് മതി. ഇല്ല, ഒരടിയും കൂടി വെക്കാനുണ്ട് നമുക്ക്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നമ്മൾ ഈ അടുത്ത അട എടുക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണോ, ഈച്ചനൊന്ന് ഊതുക. കണ്ട കുത്തുന്നുണ്ടല്ലേ ഈച്ച, കുത്തുന്നൊക്കെ കാണിച്ചു കൊടുക്കും. കണ്ട കുത്തുമ്പോൾ ഈച്ച മാറിത്തരും. ഈച്ചനെ ഊതി 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 പതുക്കെ എടുക്കുക. ഓക്കെ, മുറിക്കണം. നമ്മൾ അളവ് കറക്റ്റാക്കി കത്തി എടുത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. പരിപാടി ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ പിടിക്കുന്നു, ഇതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നു. കണ്ട, അപ്പം ഏകദേശം ഇതാണ്. ഇത്ര പരിപാടി പെട്ടെന്ന് തീർക്കാം. സാധാരണ ഞങ്ങൾ ഗ്ലൗസൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. ഗ്ലൗസ് ഇട്ടാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ഗ്ലൗസ് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഇടാൻ ശ്രമിക്കുക. നമ്മുടെ തേനീച്ചൻ്റെ കുത്ത് എപ്പോഴും കിട്ടുന്ന അത്ര നല്ലതല്ല. വല്ലപ്പോഴൊക്കെ കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, പരിപാടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതും എന്തായി, ഈ അടിയും റെഡിയായി. അപ്പോൾ ഈ അടി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടി നമ്മൾ വെച്ച് കൊടുത്തു. നോക്കുന്നേ, അതായത് തേനീച്ചകൾക്ക് വല്ലാതെ അപകടം സൃഷ്ടിക്കുന്ന, തേനീച്ചകളെ പിടിക്കുന്ന ഒരു സാധനമാണ് ഈകൾ, പരുന്ത് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ തേനീച്ചക്കൂടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെ പരുന്തിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പെറ്റ് തന്നെയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ, ഉപദ്രവമൊന്നുമില്ല. പക്ഷേ തേനീച്ചക്കൂട് തുറക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ആ തേനടയും പുഴുവടയൊക്കെ തിന്നാൻ ശ്രമിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരുന്തിൻ്റെ ശല്യം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കല്ലെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പിന്നെ കൂടിൻ്റെ മുകൾ വശത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടൂലേ, അതിന് ശേഷം വെച്ചെടുക്കുക. അപ്പോൾ കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പരുന്തിൻ്റെ ആക്രമണം ഇങ്ങനെ വരില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കൊന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ കെട്ടാൻ അല്ലെ മറിഞ്ഞ് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ നൂല് ഇത് മതി, ഇത് വെച്ചിട്ട് ഇതങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു, അത് കറക്റ്റ് നിന്നോളൂ. ഗ്ലൗസ് അധികം ബുദ്ധിമുട്ടാണ്. ഗ്ലൗസ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി കിട്ടും. കയ്യിലൊരു ഇടം കിട്ടില്ലേ. ഞങ്ങൾക്ക് കുറേ കാലമായി, ഒരു 5-6 മാസമായിട്ട് തേനീച്ചാൻ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട്, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പം സീസൺ അടുത്തായതുകൊണ്ട് കുറച്ച് വീട്ടിലാവശ്യത്തിൻ്റെ തേനും കൊമേഴ്ഷ്യലായിട്ടൊന്ന് ചെയ്യാൻ വിചാരിച്ചു. പണിക്കാരാണ് കൂടുതലും കോളനിയൊക്കെ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായി ഇത് റെഡിയായി. നമ്മൾ ഇത് വെച്ചെടുക്കണം. പ്ലാസ്റ്റിക് പരമാവധി
ഒഴിവാകുന്നതാണ് ഏറ്റവും നല്ലത്. ഉം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡിസംബർ തുടങ്ങിയേ ഉള്ളൂ. തണുപ്പ് കാലമാണ് വയനാട്ടിൽ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ റാണി ഉണ്ടാവും. ഇതിൽ നിറയെ തേനുണ്ട്. കണ്ട, ഇതിൽ നിറയെ തേനുണ്ട്. കാണുന്നുണ്ട് ഒരു ചുവന്ന കളറ് ഇവിടെ കാണുന്നില്ല. ഈ ഭാഗം നോക്കിക്കോ. കണ്ടോ, തേനും പൂമ്പൊടിയും നല്ല മഞ്ഞ കളർ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതുവരെ റാണീനെ കണ്ടിട്ടില്ല. നമുക്ക് റാണിയെ നമ്മൾ ഒറ്റ നടത്തി പരിശോധിക്കുകയാണ്. കാണുന്നില്ല. റാണി അധികം മുട്ടയുടെ അടുത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ബാക്കി രണ്ട് ഭാഗത്തും നമ്മൾ കാലി ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്. ഇതാ, രണ്ട് ഭാഗത്തും കാലി ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്. നടുഭാഗത്താണ് നമ്മൾ കോളനി വെച്ചിട്ടുള്ളത്. അതങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ചില സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചെയ്യലുള്ളൂ. രണ്ട് സൈഡും പെട്ടെന്ന് അട പണിയാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും സാധാരണ ചെയ്യേണ്ടത് വേറൊരു കോളനിയിൽ നിന്ന് നല്ല ഒരു കുഞ്ഞുമക്കളുള്ള അട എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നോ രണ്ടോ അട മാത്രമേ ഇതിൻ്റെ വെക്കുക. ബാക്കി രണ്ടട വേറെ കൂട്ടുന്ന വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറന്നു പോവില്ല. ഇത് പിന്നെ ഫ്രെയിം നമ്മൾ വെച്ച് കൊടുത്തു. ഒരു ഫ്രെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രെയിമിനുള്ള സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ. ഏഴ് ഫ്രെയിം ടോട്ടൽ വെച്ച് കൊടുത്തു. ഇനി ഇതാ, അതിൽ ഈച്ച ഉണ്ട്. ഈ ഈച്ച നമ്മൾ ഇതിൽ ഇറക്കണം. ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈച്ച കുറച്ച് വയലൻ്റ് ആകുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ മൂടിയിലുള്ള ഈച്ച നമ്മൾ ഇതിൽ ഇറക്കാൻ പോവാണ്. ഇതാ, ഇതിൻ്റെ ഉള്ളിലാണ് കൂടുതലായിട്ട് റാണി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇതും മുട്ടയാണ്, നിറയെ കുഞ്ഞുമക്കളുള്ള മുട്ടയാണ്. കണ്ട, ഈ ഈച്ച നമ്മൾ അതിലിറക്കണം. അപ്പോൾ അതിനിറക്കാനുള്ള പരിപാടി കാണിച്ചു തരാം. ഇറക്കാനിതാ, ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കുക. ഇങ്ങനെ നീക്കുക. എന്നിട്ട് അടിയിൽ വെച്ച് കൊടുത്താൽ മതി. ഈച്ച എല്ലാം കയറിക്കോളും മേലെ. കണ്ടോ, നോക്കിക്കോ. അപ്പം നമ്മൾ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ശരിക്കും ശ്രദ്ധിച്ചോ, ഇതിൻ്റെ മുകൾ വശത്ത് കൂടി അതിങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ഈച്ച റാണി മിസ്സാവാതെ എന്ത് ചെയ്തു, മുകളിൽ കയറും. ഇനി അടുത്ത് വന്നോ, ഇത് ശരിക്കും കണ്ടോട്ടെട്ടാ, നല്ല രംഗ. ലക്ഷക്കണക്കിന് ഈച്ച ഉണ്ട് ഇതിൽ. ബിരിയാണി ഉണ്ട് ആയിരക്കണക്കിന് ഈച്ചകൾ. നല്ല ഈച്ച. ഇപ്പം ആകെ ഒരു കുത്ത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. കുത്ത് കിട്ടിയോ? നേരം എനിക്ക് പിന്നെ വേദന കുറെ മുമ്പ്. ആരാ പരന്താ വന്ന് എവിടെ നിങ്ങളെ കൂടിൻ്റെ എൻ്റെ മോളെ പരന്ത് തീന. പരന്ത് എന്ത് ചെയ്യുന്നറിയോ, പരന്ത് ഭയങ്കര ഡേഞ്ചറാണ്. റാണിന് ഇതുവരെ നമ്മൾ കണ്ടില്ല. ക്യൂനല്ലേ? ഇതിലുണ്ട് ക്യൂന്, നല്ല അടിപൊളി ക്യൂനുണ്ട്. അവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാലിക്കൂടൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, വെറുതെ കാലിക്കൂട് അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈച്ച വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഈച്ചെല്ലാം കയറിയെന്ന് ഏകദേശം 90% കയറിയതിന് ശേഷം നമ്മൾ മൂടിയിട്ടു. ഇനി ഇത് പ്ലാസ്റ്റിക് ഇട്ട് നന്നായിട്ട് കെട്ടി വെക്കും. പിന്നെ നാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു അട ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഇന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ സൈറ്റിൽ തേനീച്ച കൂടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ അറിയിക്കുന്നതാണ്. ബൈ.